ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. എന്താ വെച്ചാൽ ഞാൻ ഒരു 1.5 കൊല്ലത്തിന് ശേഷം നാട്ടിലേക്ക് പോവുകയാണ്. ഓക്കെ, 1.5 years ആയി കറക്റ്റ് ഇവിടെ UK വന്നിട്ട്. അപ്പോൾ കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് PSW കിട്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ PSW ഗ്രാജുവേറ്റ് വിസ എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ ഗ്രാജുവേറ്റ് വിസയിലാണ്. അപ്പോൾ ഇനി എനിക്ക് പോവാം. അപ്പോൾ ഹാപ്പിയാണ്, എക്സൈറ്റഡ് ആണ്. ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. ഫ്ലൈറ്റിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നത്. ഞാൻ മുമ്പ് ഫ്ലൈറ്റിൽ പോയിട്ടുണ്ട് കുറച്ച് തവണ, പക്ഷെ ഒറ്റയ്ക്ക് ഞാൻ ഇതുവരെ പോയിട്ടില്ല. എപ്പോഴും ആരെങ്കിലും ഒക്കെ ഒപ്പം ഉണ്ടാവും. അപ്പം ഇങ്ങോട്ട് വന്ന സമയത്തായാലും കൂടെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ദോഹയിൽ 4 hours ലേ ഓവർ ഉണ്ട്. ഖത്തർ എയർവേസിലാണ് പോണേ. അപ്പോൾ ഇപ്പോൾ ഉച്ചയാണ് ഇവിടെ UK ടൈം. ഉച്ചയ്ക്ക് ഒരു 1:30 മണിയായിട്ടുണ്ട്. ഫ്ലൈറ്റ് രാത്രി 7:30-ക്കാണ്. ഇപ്പം ഞാൻ ട്രെയിനിലാണ്. ജില്ലിംഗമിൽ നിന്ന് ലണ്ടൻ ഹീത്രൂ എയർപോർട്ടിലേക്ക് പോവുകയാണ്. അവിടുന്ന് ഒരു 3 hours മുമ്പ് നമ്മൾ എയർപോർട്ടിൽ എത്താൻ വിചാരിച്ചു. 7:30-ക്കാണ് ഫ്ലൈറ്റ്. നാളെ ഇന്ത്യൻ ടൈം വൈകിട്ട് ഒരു 4-4:30 ആകുമ്പോൾ ഞാൻ ഇന്ത്യയിലെത്തും. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയാണ് പരിപാടികൾ. എയർപോർട്ടിൽ എത്തിയിട്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയുന്ന തരത്തിൽ ഞാൻ പറഞ്ഞുതരാൻ നോക്കാം. ഞാൻ എയർപോർട്ടിലെത്തി. ഇപ്പോൾ സമയം വൈകിട്ട് 4:30 മണി. ഞാൻ ഓൾറെഡി ഓൺലൈനായിട്ട് ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏത് എയർലൈൻസ് ആണോ എടുത്തിരിക്കുന്നത് അവരുടെ ആപ്ലിക്കേഷനിലോ അല്ലെങ്കിൽ വെബ്സൈറ്റിലോ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റും. ചെക്ക് ഇൻ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇവിടെ ചെക്ക് ഇൻ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫ്ലൈറ്റ് ഏത് സോണിലേക്കാണ് നമ്മൾ ആദ്യം പോകേണ്ടതെന്നുണ്ടാവും. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ഒരു കൗണ്ടർ പോലെ ഉണ്ടാവും എയർലൈനിന്. അവിടുന്ന് നമ്മുടെ ബോർഡിംഗ് പാസ് നമുക്ക് പ്രിന്റ് ചെയ്തെടുക്കാവുന്നതാണ്. സ്റ്റാഫൊക്കെ ഉണ്ട്, ഹെൽപ്പ് ചെയ്യും. ഞാൻ ഓൾറെഡി ഓൺലൈനിൽ ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിനുശേഷം ബോർഡിംഗ് പാസ് ഇവിടെ ഒരു കൗണ്ടർ ഉണ്ട്, അവിടുന്ന് പ്രിന്റ് ചെയ്തെടുത്തു. പിന്നെ അതിനുശേഷം നമ്മുടെ ബാഗേജിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കി ബാഗേജ് കൊടുത്തു. എനിക്ക് 30 kgs കൊണ്ടുവരാൻ പറ്റും ഖത്തർ എയർവേസിൽ. ഒരു പെട്ടി മാത്രമേ പറ്റുള്ളൂ, 30 kg. അപ്പോൾ അത് കൊടുത്തു വിട്ടു. അതിനുശേഷം നമ്മൾ പിന്നീട് നേരെ ഗേറ്റും കാര്യങ്ങളും ഡിപ്പാർച്ചർ ഗേറ്റുള്ള സ്ഥലത്തോട്ട് വന്നു. അപ്പോൾ ഇവിടെ നമുക്ക് സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്. അപ്പോൾ സെക്യൂരിറ്റി ചെക്കിൽ അവർ നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. നമ്മൾ ലാപ്ടോപ്പൊക്കെ പുറത്തെടുത്ത് കൊടുക്കണം. പിന്നെ എൻ്റെ ഈ ജാക്കറ്റ് റിമൂവ് ചെയ്ത് കൊടുക്കേണ്ടി വന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു. സെക്യൂരിറ്റി ക്ലിയറൻസ് ഇപ്പോൾ കഴിഞ്ഞു. പിന്നെ പുറത്ത് ഗേറ്റ് നമ്പർ അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ബോർഡുണ്ട്. പക്ഷേ ഇതിൻ്റെ ഗേറ്റ് നമ്പർ വന്നിട്ടില്ല. അത് 5:55 കാണിക്കുള്ളൂ എന്നാണ് കാണിക്കണേ. അപ്പോൾ അതുവരേക്കും നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുകയാണ്. ഇവിടെ കുറേ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ എല്ലാം അത്യാവശ്യം എക്സ്പെൻസീവാണ്. ഞാൻ എന്തായാലും കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഒന്നും മേടിക്കണില്ല. ഇവിടുത്തെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകൾ കൂടെയൊക്കെ ഞാനിങ്ങനെ കണ്ടൊക്കെ നടന്നു. പിന്നെ കുറേ നല്ല ഹൈ എൻഡ് ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. പെർഫ്യൂംസ് ആയാലും ബാഗ്സ് ആയാലും ഒക്കെ നല്ല നല്ല സാധനങ്ങളുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഫ്ലൈറ്റ് ഇൻഫർമേഷൻ ബോർഡിൽ ഞാൻ ഏത് ഗേറ്റിലേക്ക് പോകണമെന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 6A നമ്മൾ പോകേണ്ടത്. അപ്പോൾ അങ്ങോട്ട് പോയി അതിനുശേഷം ബോർഡിംഗ് കോൾ വന്നു. ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നുള്ളൂ ഗേറ്റിൽ. വേഗം തന്നെ ബോർഡിംഗ് കോളൊക്കെ വന്നു. അങ്ങനെ ഫൈനലി ഞാൻ ഫ്ലൈറ്റിൽ കയറി. അടിപൊളി ഫ്ലൈറ്റ് കേട്ടോ, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര വലിയ ഫ്ലൈറ്റാണ്. വളരെയധികം സ്പേഷ്യസ് ആയിരുന്നു കേട്ടോ ഫ്ലൈറ്റ്. ഞാൻ എന്തായാലും സീറ്റ് പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വിൻഡോ സീറ്റാണ് പ്രീ ബുക്ക് ചെയ്തത്. അപ്പോൾ ഞാൻ എൻ്റെ സീറ്റ് നോക്കി നടക്കുകയാണ്. അവസാനം കണ്ടുപിടിച്ചു 29K പറഞ്ഞ സീറ്റിലാട്ടോ ഞാൻ ഇരിക്കണേ. അപ്പോൾ വിങ്ങിൻ്റെ അടുത്തുള്ള സീറ്റാണ്. ഇവിടെ എല്ലാ വക സാധനങ്ങളും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ബ്ലാങ്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഹെഡ്സെറ്റും ഒക്കെ നോർമലി ഉണ്ടാവുമല്ലോ. പിന്നെ ഒരു പില്ലോ ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഞാൻ കുറച്ച് നേരം ഈ സ്ക്രീനും കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു. ഫ്ലൈറ്റ് മാപ്പും പിന്നെ ഫ്ലൈറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ, എമർജൻസി എക്സിറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡെസ്റ്റിനേഷൻ ഇപ്പോൾ ദോഹയാണല്ലോ. അപ്പോൾ ദോഹയിൽ എന്തൊക്കെ കാണാനുണ്ട് നമുക്ക് അങ്ങനെ കുറേ ഇൻഫർമേഷനൊക്കെ അതിലുണ്ടായിരുന്നു. പിന്നെ എൻ്റർടൈൻമെൻറ്റിനായിട്ടുള്ള കാര്യങ്ങൾ, മൂവീസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിരുന്നു.
ഡിന്നർ വന്നു. നല്ല അടിപൊളി ഡിന്നറായിരുന്നു. റൈസും പിന്നെ ഗോബി മഞ്ചൂരിയൻ, പനീർ, പിന്നെ ഒരു സാലഡ്, പിന്നെ ഒരു റോസ് മിൽക്ക് പുഡിംഗ് പോലത്തെ ഒരു ഡെസേർട്ട്, പിന്നെ ഒരു ബേക്കറി ഐറ്റം. ഇത്രയുമാണ് ഡിന്നറിന് ഉണ്ടായിരുന്നത് ആ ഒരു മീലിൽ. പിന്നെ നമുക്ക് ഡ്രിങ്ക്സ് ആയിട്ട് എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. ജ്യൂസസും വൈന് എന്താ വെച്ചാൽ കുടിക്കാം. ഞാനൊരു ഓറഞ്ച് ജ്യൂസും പറഞ്ഞു. എന്നിട്ടിങ്ങനെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഒന്നും കാണാനില്ല. പക്ഷെ ഫ്ലൈറ്റ് മാപ്പിൽ കാണിക്കുന്നുണ്ട് നമ്മളിപ്പോൾ കടലിൻ്റെ മുകളിൽ കൂടെയാണ്, ബ്ലാക്ക് സീയുടെ മുകളിൽ കൂടെയാണ് പോകണേ. എനിക്കിങ്ങനെ ഈ മാപ്പ് നോക്കി നമ്മളിപ്പോൾ കടലിൻ്റെ മുകളിൽ കൂടെയാണോ ഇതൊക്കെ ഇങ്ങനെ കാണാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആട്ടോ. എനിക്ക് നല്ല ഇഷ്ടം. ഞാനിങ്ങനെ മാപ്പ് നോക്കി നമ്മളിപ്പോൾ എന്തിൻ്റെ മുകളിൽ കൂടെ പോകണേന്നൊക്കെ ഇങ്ങനെ നോക്കും. അപ്പോൾ നോക്കിയപ്പോൾ ഇസ്താൻബുൾ എന്നൊക്കെ കാണുന്നുണ്ട്. കുറേ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തണുത്തു. അപ്പോൾ ഞാൻ ബ്ലാങ്കറ്റ് കൊണ്ട് പുതച്ച് മൂടിയൊക്കെ ഇരിക്കുക. ഞാൻ ഏകദേശം ഒരു 1-2 മണിക്കൂർ കുറച്ചൊന്ന് ഉറങ്ങിയെന്ന് തോന്നുന്നുണ്ട്. മൊത്തത്തിൽ 6.25 മണിക്കൂറായിരുന്നു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. വളരെ കാര്യമായിട്ട് ഉറങ്ങാൻ പറ്റിയില്ല, കാരണം ടൈം ഡിഫറൻസ് ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ രാവിലെ 4 മണിക്ക്, അതായത് ഖത്തർ ടൈമിംഗ്, നമ്മൾ ദോഹയിലെത്തി, ഹമാദ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ദോഹയിലെത്തി. ട്രാൻസിറ്റ് ഫ്ലൈറ്റാണ്. അപ്പോൾ ലണ്ടൻ ടു ദോഹ, ദോഹ ടു കൊച്ചിയാണ്. അപ്പോൾ ദോഹയിൽ ഇറങ്ങിയ സ്ഥലത്തുനിന്ന് തന്നെ നേരെ താഴെ നെക്സ്റ്റ് ഗേറ്റാണ്. അപ്പോൾ ഇവിടെ വെയിറ്റിംഗ് ആണ്. ഇവിടെ അധികം ആൾക്കാരൊന്നുമില്ല, വളരെ കുറച്ച് പേരേ ഉള്ളൂ. ഇപ്പോൾ രാവിലെ സമയം 4:10 എന്തോ ആണ് സമയം. ഇനി 4 hours കഴിഞ്ഞിട്ടേ അടുത്ത ഫ്ലൈറ്റ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത ഗേറ്റിൻ്റെ അവിടെ വന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ ചില താഴെയൊക്കെ കുറേ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും സ്ഥലം മനസ്സിലായല്ലോ. ഇനിയിപ്പോൾ അവിടെയൊക്കെ പോയി നമുക്കൊന്ന് കറങ്ങുകയൊക്കെ ചെയ്യാം. പിന്നെ മുമ്പൊന്ന് വാഷ്റൂമിലൊക്കെ ഒന്ന് പോകണം. ഫ്ലൈറ്റിൽ നിന്ന് ഞാൻ അങ്ങനെ ഭയങ്കര അടിപൊളിയായിട്ട് ഉറങ്ങാനൊന്നും പറ്റിയില്ല. ഒരു 2 മണിക്കൂർ എന്തോ കഷ്ടിച്ച് ഉറങ്ങിയെന്ന് തോന്നുന്നു. പിന്നെ കുറച്ച് നേരം സിനിമയൊക്കെ കണ്ടു. ഇനി അടുത്ത ഫ്ലൈറ്റിൽ കയറി വേണമെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ഉറങ്ങണം എന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇനി എന്തായാലും 4 hours വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ഫ്ലൈറ്റ് ഖത്തർ എയർവേസിൻ്റെയും ഇൻഡിഗോൻ്റെയും അവർക്ക് കണക്ഷനുണ്ട്, ഖത്തർ എയർവേസിനും ഇൻഡിഗോനും. അപ്പോൾ ഇൻഡിഗോൻ്റെ ഫ്ലൈറ്റാണ് അടുത്തത്. അപ്പോൾ അതിൽ കയറാം നമുക്ക്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഇടയ്ക്ക് എങ്ങോട്ടെങ്കിലും നടന്നൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഒരുപാട് ദൂരം നടന്ന് എയർപോർട്ട് കാണാനൊന്നും നിന്നില്ല. ആ ഒരു ഏരിയയിലുള്ള കാര്യങ്ങൾ മാത്രമേ കണ്ടുള്ളൂ. കാരണം നടന്ന് മിസ്സായി പോകണ്ടെന്ന് വിചാരിച്ചു. ഞാൻ ഏത് ഗേറ്റിലാണ് ഇനി അടുത്തത് പോകേണ്ടതെന്നുള്ളത് ഞാൻ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നടന്ന് കണ്ട് അത് മിസ്സായി വേറെ ഭാഗത്തേക്കൊന്നും പോകണ്ടെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് അധികം പരിചയമില്ലല്ലോ ഈ ഒരു എയർപോർട്ട്, ആദ്യമായിട്ടല്ലേ ഇവിടെ വരുന്നത്. അപ്പം എന്തായാലും ഞാൻ ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പുകൾ കൂടെയൊക്കെ ഒന്ന് വെറുതെ നടന്നു. ഈ ഒരു എയർപോർട്ട് രക്ഷയില്ല കേട്ടോ. ഖത്തർ എയർപോർട്ട് നല്ല ഭംഗിയായിരുന്നു. ഇങ്ങനെ ഷൈൻ ചെയ്യാണ് എയർപോർട്ട്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. വേറൊരു ലോകം പോലെ തന്നെ ഫീൽ ചെയ്തു. അത്രയും രസമുണ്ടായിരുന്നു. എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വീണ്ടും തിരിച്ച് നമ്മൾ ഗേറ്റിലേക്ക് നടന്നു. ഇപ്പം സമയം ഏകദേശം രാവിലെ 6:30 മണിയായിട്ടുണ്ട്. ഞാൻ രാവിലെ 4 മണിക്ക് ഇറങ്ങിയപ്പോൾ ഈ ഗേറ്റിൽ ഒരു മനുഷ്യനും ഉണ്ടായിരുന്നില്ല. അത് കംപ്ലീറ്റ്ലി ഫുള്ളായിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ബോർഡിംഗ് കോൾ വന്നു. ബസ്സിൽ നമ്മളെ കയറ്റി. ഒരു ബസ്സിലാണ് നമ്മളെ ഫ്ലൈറ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അവർ ഇറക്കുകയാണ്. അപ്പോൾ ഇപ്പം ഞാൻ ബസ്സിലാണുള്ളത്. ആ കാണുന്നതാണെന്ന് തോന്നുന്നു എനിക്ക് പോകാനുള്ള ഫ്ലൈറ്റ്. ബസ്സിൻ്റെ പുറത്തിറങ്ങിയപ്പോഴാണ് ദോഹയിൽ എത്ര ചൂടുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. എന്തായാലും നമ്മൾ ഫ്ലൈറ്റിൽ കയറി. ഇൻഡിഗോൻ്റെ ഫ്ലൈറ്റ് ആവറേജ് എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്ക് മിഡിൽ സീറ്റാണ് കിട്ടിയത്, പ്രീ ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് രാവിലെ ഒരു തണുത്ത സാൻഡ്വിച്ച് ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. മൊത്തത്തിൽ എനിക്ക് വലിയ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ എന്തായാലും ഒരു 4 മണിക്കൂർ അങ്ങനെ അങ്ങോട്ട് ഉറങ്ങി. കൊച്ചി എത്തണ വരെ ഉറങ്ങി. ഫൈനലി നമ്മൾ നമ്മുടെ നാട്ടിലെത്തി, കേരളത്തിലെത്തി. ഇതിൻ്റെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞാൻ ശരിക്കും നല്ല ടയേർഡും ആയിരുന്നു. കാരണം ഇന്നലെ UK ടൈമിംഗ് ഉച്ചയ്ക്ക് 1:30 ഞാൻ യാത്ര സ്റ്റാർട്ട് ചെയ്തത് വീട്ടിൽ നിന്ന്. ഇപ്പോൾ കൊച്ചിയിലെത്തിയപ്പോൾ വൈകുന്നേരം 3:30 ആയിട്ടുണ്ട് നെക്സ്റ്റ് ഡേ. അപ്പോൾ നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും എത്രയും ഞാൻ ടയേർഡ് ആയിട്ടുണ്ടാവുമെന്ന്. ശരിക്കും എയർപോർട്ടിൽ ചെക്ക് ഇൻ ചെയ്തതും ഒക്കെ ഒരു 3 മണിക്കൂർ മുമ്പ്. അപ്പോൾ എല്ലാം കൂടെ കൂട്ടുമ്പോൾ ഒരു 24 മണിക്കൂറോളം ആയിട്ടുണ്ട്. നമ്മൾ കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ബാഗ് കളക്ട് ചെയ്യാൻ പോവുകയാണ്. ചെക്ക് ഇൻ ബാഗുകളെല്ലാം ബെൽറ്റ് നമ്പർ 2-ലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതെടുക്കാൻ പോവുകയാണ്. എൻ്റെ ബാഗ് വരാൻ കുറേ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, ഒത്തിരി നേരം കഴിഞ്ഞിട്ടാണ് എനിക്ക് എൻ്റെ ബാഗ് കിട്ടിയത്. എന്തായാലും ഫൈനലി ബാഗൊക്കെ കിട്ടി നമ്മൾ പുറത്തിറങ്ങി. എൻ്റെ അച്ഛനും അമ്മയും അമ്മമ്മയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നെ പിക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ സന്തോഷമായി, ഹാപ്പി ആയിട്ട് വീട്ടിലേക്ക് പോവുകയാണ്.
ഇനിയും ഉണ്ട് ഒരു 2-2.5 മണിക്കൂർ പാലക്കാട് എത്താനായിട്ട്. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അച്ഛനെയും അമ്മയൊക്കെ കണ്ടപ്പോൾ ക്ഷീണമൊക്കെ മാറി. അപ്പോൾ ഇനി 3 ആഴ്ച ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിക്കാൻ പോവുകയാണ്. ടാറ്റാ.